ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു ദ കരിയർ FM ഓഫ് സ്മാർട്ട് ഹബ്. ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് ഒരു മികച്ച അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നവർക്കായുള്ള, അതായത് 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd അഡ്മിഷൻ വിവരങ്ങളെക്കുറിച്ചാണ്. നാട്ടിലായാലും വിദേശത്തായാലും അധ്യാപനം ഒരു കരിയറായി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് BEd എന്നത് ഒരു നിർബന്ധിത യോഗ്യതയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോഴ്സിന്റെ കാലാവധി കൃത്യം 2 വർഷമാണ്. കേരളത്തിൽ പ്രധാനമായും അഡ്മിഷൻ നടക്കുന്നത് കേരള സർവകലാശാല, MG, കാലിക്കറ്റ്, കണ്ണൂർ എന്നീ പ്രധാന യൂണിവേഴ്സിറ്റികളിലാണ്. ഇതിൽ BA, BSc അല്ലെങ്കിൽ BCom ബിരുദ തലത്തിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ തന്നെ കുറഞ്ഞത് ഒരു 50% മുതൽ 55% വരെ മാർക്ക് നിർബന്ധമാണ്. പിന്നെ വേറൊരു പ്രധാന കാര്യം, PG യോഗ്യതയുള്ളവർക്ക് അഡ്മിഷൻ സമയത്ത് ബോണസ് മാർക്ക് ലഭിക്കും. ചിലയിടങ്ങളിൽ അഡ്മിഷനായി എൻട്രൻസ് പരീക്ഷയോ അല്ലെങ്കിൽ CAP അഥവാ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സോ ഉണ്ടാകും. കേരളത്തിന് പുറത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ നിർബന്ധമായും 3 കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചിരിക്കണം. ഒന്നാമതായി, ആ സ്ഥാപനത്തിന് NCTE അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. രണ്ടാമതായി, യൂണിവേഴ്സിറ്റി വാലിഡ് ആണോ എന്ന് ഉറപ്പുവരുത്തണം. പഠിച്ചു കഴിഞ്ഞു കേരളത്തിൽ വരുമ്പോൾ ഇക്വിവലൻസി അഥവാ തുല്യത പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് മുൻകൂട്ടി പരിശോധിക്കണം. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ റെഗുലറായി ദിവസവും കോളേജിൽ പോകാൻ കഴിയാത്തവർക്കും IGNOU നൽകുന്ന ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അഥവാ ODL BEd പ്രോഗ്രാം ഒരു മികച്ച ഓപ്ഷനാണ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് സ്മാർട്ട് ഹബ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, കരിയർ അപ്ഡേറ്റ്സ് അറിയൂ, റൈറ്റ് കരിയർ ചൂസ് ചെയ്യൂ. ബിക്കോസ് യുവർ ഫ്യൂച്ചർ ഡിസേർവ്സ് ദ റൈറ്റ് ഗൈഡൻസ്. സ്മാർട്ട് ഹബ്, ലെറ്റ്സ് ഗെറ്റ് സ്മാർട്ടർ ടുഗദർ.